അടിമുടി മാറ്റങ്ങളോടെ മെയ് 9 മാരുതി സുസുക്കി സ്വിഫ്റ്റ് പുറത്തിറങ്ങും. 4ാം തലമുറ സ്വിഫ്റ്റിന്റെ പുതുമോഡലിനെ 11,000 രൂപ മുടക്കി ഓൺലൈനായോ ഡീലർഷിപ്പുകളിൽ നേരിട്ടെത്തിയോ ബുക്ക് ചെയ്യാനുമാകും. പുതിയ സ്വിഫ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ വിശദമായി അറിയാം. ആകെയുള്ള രൂപത്തിൽ സ്വിഫ്റ്റിന്റെ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ഷാർപ്പായ ഡിസൈനാണ് പുതുതലമുറ സ്വിഫ്റ്റിന് നൽകിയിരിക്കുന്നത്. ബോണറ്റിലും ബമ്പറിലും മാറ്റങ്ങളുണ്ട്. സിൽവർ ഫിനിഷോട് കൂടിയ ഗ്രില്ലും റീഡിസൈൻ ചെയ്തിരിക്കുന്നു. ഗ്രില്ലിന്റെ നടുവിലായി സ്ഥാപിച്ചിരുന്ന സുസുക്കി എംബ്ലം മുന്നിലെ ബമ്പറിന് മുകളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഹെഡ് ലാമ്പും ഫോഗ് ലാമ്പും മാറ്റങ്ങളോടെയാണ് എത്തുന്നത്. വശങ്ങളിലെ ക്യാരക്ടർ ലൈൻ ടെയിൽ ലാമ്പുകൾക്ക് മുകളിലേക്ക് നീളുന്നു. പുതിയ അലോയ് വീലുകളും സ്വിഫ്റ്റിന്റെ ഭംഗി കൂട്ടുന്നു. പിന്നിലെ ഡോറുകളിലെ സി പില്ലറുകളിലേക്ക് കയറ്റിയിരുന്ന ഡോർ ഹാൻഡിലുകൾ പഴയതുപോലെ താഴേക്കിറക്കിയിട്ടുണ്ട്. ഇതോടെ പിന്നിലെ വിൻഡോയിലെ ചില്ലുഭാഗത്തിന്റെ വലിപ്പം കൂടിയിട്ടുണ്ട്. പിന്നിലെ ബമ്പറിലും മാറ്റങ്ങളുണ്ട്. 3860 mm നീളവും 1695 mm വീതിയും 1500 mm ഉയരവുമുള്ള പുതിയ സ്വിഫ്റ്റിന്റെ വീൽ ബേസ് 2450 mm ആണ്. നിലവിലെ മോഡലിനെ അപേക്ഷിച്ച് 15 mm നീളവും 30 mm ഉയരവും കൂടുതലാണെങ്കിൽ വീതി 40 mm കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം വീൽ ബേസിൽ മാറ്റങ്ങളില്ല. ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫോർടൈൻമെന്റ് യൂണിറ്റ്, റീഡിസൈൻ ചെയ്ത സെൻട്രൽ AC വെന്റുകൾ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിന് താഴെയായി വെച്ചിരിക്കുന്നു. ഡാഷ്ബോർഡ് ഡിസൈനിൽ മൊത്തത്തിലുള്ള മാറ്റങ്ങളും പുതിയ അപ്പോൾസ്റ്ററിയും സ്വിഫ്റ്റിൽ പ്രതീക്ഷിക്കാം. വയർലെസ് ഫോൺ ചാർജർ, പിന്നിൽ AC വെന്റുകൾ, LED ഫോഗ് ലാമ്പ്, 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ എന്നീ സൗകര്യങ്ങൾ പുതിയ സ്വിഫ്റ്റിലുണ്ട്. ക്രൂസ് കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ, സ്റ്റാർട്ടപ്പ് ഓർ സ്റ്റോപ്പ്, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോളുകൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് റെട്രാക്റ്റബിൾ വിംഗ് മിററുകൾ എന്നിവയും സ്വിഫ്റ്റിൽ കൂടുതൽ മികച്ച വാഹനാനുഭവം നൽകും. 6 എയർ ബാഗുകളും ESCയും ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റും സ്റ്റാൻഡേർഡ് സുരക്ഷയായി പുതിയ സ്വിഫ്റ്റിന്റെ എല്ലാ മോഡലുകളിലും ഉണ്ടാവും. നിലവിലെ സ്വിഫ്റ്റിൽ ഇരട്ട എയർ ബാഗുകളാണുള്ളത്. അതുതന്നെ ഉയർന്ന വകഭേദങ്ങളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. എഞ്ചിനിലാണ് സ്വിഫ്റ്റിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത്. നിലവിലുള്ള K12 4 സിലിണ്ടർ എഞ്ചിനു പകരം 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പയർഡ് Z12E പെട്രോൾ എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിലുള്ളത്. 82 HP കരുത്തും പരമാവധി 112 Nm ടോർക്കും പുറത്തെടുക്കുന്ന എഞ്ചിനാണിത്. K സീരീസ് എഞ്ചിനേക്കാൾ 8 HP കരുത്തും 1 Nm ടോർക്കും കുറവാണ് പുതിയ എഞ്ചിന്. ഉയർന്ന ഇന്ധനക്ഷമത ഉറപ്പുവരുത്താൻ കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ARAI അംഗീകരിച്ച ഇന്ധനക്ഷമത 25.72 കിലോമീറ്റർ. നിലവിലെ സ്വിഫ്റ്റിനേക്കാൾ ഇന്ധനക്ഷമതയിൽ 3 കിലോമീറ്റർ കൂടുതലാണിത്.